സ്കൂൾ കലോത്സവത്തിൻ്റെ 4ാം ദിവസമായി ഇന്ന് വേദി 4-ൽ പവിഴമല്ലിയിൽ ചവിട്ട് നാടകം ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികളാണ് അരങ്ങേറുന്നത്. ചവിട്ട് നാടകത്തിൻ്റെ ഈറ്റില്ലമായ വടക്കൻ പറവൂരിലെ ഗോപുരത്തിൽ നിന്ന് 42 വർഷത്തെ പരിശീലന മികവുമായി രംഗത്തെത്തിയ തമ്പി ആശാൻ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. എന്താണ് 42 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്? ഇതൊരു പാരമ്പര്യ കലാരൂപമാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ അപ്പൂപ്പനും എൻ്റെ അപ്പച്ചനൊക്കെ ചവിട്ടാടക്കാരായിരുന്നു. അതിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു വാസന കൊണ്ട് എനിക്ക് കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയും നല്ലൊരു കലാരൂപം, പ്രാചീന കലാരൂപം, ഇത് ഈ തലമുറ ഏറ്റെടുത്തതിലാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ സ്കൂൾ കലോത്സവ പരിശീലന രംഗത്ത് വന്നിട്ട് എത്ര വർഷമായി? ഏകദേശം എത്ര കുട്ടികൾ മാഷക്ക് ശിഷ്യന്മാരായിട്ടുണ്ട്? അതുപോലെ തന്നെ കലോത്സവ രംഗത്തു നിന്ന് മാറി സാധാരണ ജനങ്ങളായിട്ടുള്ള അഭിനേതാക്കളും ഏകദേശം എത്ര പേരുണ്ടാവും? എൻ്റെ നാട്ടിൽ 1954 രൂപം കൊണ്ട ഒരു ചവിട്ടുനാടക കലാസമിതിയുണ്ട്. മൺമറഞ്ഞു പോയ ഒത്തിരി കലാകാരന്മാർ ജീവിച്ചിരുന്ന സമിതിയാണ്. ശ്രീമതി സെബീന റാഫി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട കലാസമിതിയിൽ നിന്നാണ് 1983 മുതൽ ഞാൻ ചവിട്ടുനാടകം പഠിച്ചതും 84 അരങ്ങേറ്റം കുറിച്ചത്. ഇതുവരെ ഏകദേശം ഒരു 400-450 ശിഷ്യന്മാർ ഈ സ്കൂൾ തലങ്ങളിൽ കൂടാതെ എനിക്ക് പ്രാദേശികമായിട്ട് എൻ്റെ നാട്ടിലെല്ലാം ഉണ്ട്. ഒരുപാട് നാടകങ്ങളും സംവിധാനം ചെയ്ത് ഒരുപാട് വേദികളിൽ, അതായത് സാംസ്കാരിക വേദികളിലും ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും, ഗോവ മുതൽ ഡൽഹി, ബോംബെ, പോണ്ടിച്ചേരി, ചെന്നൈ എന്നീ സ്ഥലങ്ങളിലൊക്കെ ഈ കലാരൂപം എത്തിപ്പെടുത്താനായിട്ടും എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പ്രഗത്ഭരായ സദസ്സിൻ്റെ മുമ്പാകെ ചവിട്ടുകാണ അവതരിപ്പിക്കാനുള്ള വേദികൾ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഈ കലാരൂപത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇന്നലെയും ഇന്നുമായി വളരെ കാണികളെ ആവേശഭരിതരാക്കിക്കൊണ്ടാണ് ചവിട്ട് നാടകം ടൗൺ ഹാളിൽ അരങ്ങേറുന്നത്. ഇപ്പോൾ അത് നോക്കുമ്പോൾ ഈ ഇത്തവണത്തെ ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ ചവിട്ട് നാടകങ്ങളുടെ നിലവാരത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് ആശാന് പറയാനുള്ളത്? ഈ വർഷത്തെ മാത്രം നമുക്ക് എടുത്തു പറയേണ്ടതല്ല. ശരിക്കും ചവിട്ട് നാടകം സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത് 2013-ലാണ്. ഈ 2013 തുടങ്ങി ഈ 2026 വന്ന് നിൽക്കുമ്പോൾ 2 വർഷം നമ്മൾ ഒഴിച്ചിട്ടാൽ, അത് കൊറോണ കൊണ്ട് കലാപ്രസ്ഥാനങ്ങളും നമ്മൾ മൊത്തത്തിൽ അടച്ചിട്ട ഒരു സമയമായിരുന്നു. ആ 2 വർഷം കൂടാതെ ഈ 11 വർഷം കൊണ്ട് ഒരു 10,700 കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റി. അത് ഇത്രയും മികവാർന്ന് തന്നെ ഓരോ വർഷം തോറും ഓരോ ജില്ലകളിൽ നിന്നും മറ്റ് ആശാന്മാരുടെ നേതൃത്വത്തിലും ചവിട്ടുനാടക കുട്ടികൾ നല്ല വ്യക്തമായിട്ട് മികവോടെ അവതരിപ്പിച്ചു വരുന്നു. ചവിട്ടുനാടക രംഗത്തേക്ക് കൂടുതലും ആൺകുട്ടികളാണ് നാളിതുവരെയായി വന്നിരുന്നത്. എന്നാൽ ഈയിടെയായി ധാരാളം പെൺകുട്ടികളും ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. അതേക്കുറിച്ച് എന്താണ് ആശാൻ്റെ അഭിപ്രായം? ഈ ആദ്യകാലങ്ങളിൽ ഈ കലാരൂപം ഏറ്റവും കൂടുതൽ ആണുങ്ങളുടെ ഒരു മേധാവിത്വം തന്നെയായിരുന്നു. പെൺവേഷങ്ങളെല്ലാം ആണുങ്ങൾ കെട്ടി സ്റ്റേജിൽ അവതരിപ്പിച്ചൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. മാറി മാറി വരുന്ന കാലങ്ങൾക്കനുസരിച്ച് പുരുഷന്മാർ ഏറ്റവും കൂടുതൽ കളിച്ചിരുന്ന സമയവും പിന്നെ ഈ രംഗത്തേക്ക് സ്ത്രീകളുടെ വരവും. ഇപ്പോൾ കലോത്സവത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ജനറൽ വിഭാഗമാണ് ചവിട്ടുനാടക മത്സരം. ആൺകുട്ടികൾക്കും കളിക്കാം, പെൺകുട്ടികൾക്ക് കളിക്കാം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ച് മിക്സ് ചെയ്ത് കളിക്കാം. 10 വിദ്യാർത്ഥികളാണ്, മത്സരാർത്ഥികളാണ് ഈ കലാരൂപത്തിൽ മത്സരത്തിന് മാറ്റിവെക്കുന്നത്. ഒത്തിരി വർഷങ്ങളായിട്ട് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വരുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഏറ്റവും മികവോടെ കളിച്ച് തുല്യത വരുത്തുന്ന ഒരു കലാരൂപം തന്നെയാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ ചവിട്ടുനാടക മത്സരം ഇന്നലെയാണ് അരങ്ങേറിയത്. അതിൽ മാഷയുടെ 7
സംഘങ്ങളാണ് മത്സരിക്കാനുണ്ടായിരുന്നത്. ഇന്ന് ഹൈസ്കൂൾ വിഭാഗത്തിലെ 7 സംഘങ്ങളാണ് മാഷുടേതായിട്ട് ഇന്ന് മത്സരിക്കാനുള്ളത്. ഇവരും ഇന്നലെ മത്സരിച്ച എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടുകയുണ്ടായി. ഇന്നും അതേ എ ഗ്രേഡ് പ്രതീക്ഷയിലാണ് തമ്പി ആശാനും കുട്ടികളും. പവിഴമല്ലി വേദിയിൽ നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്.